അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ അങ്ങനെ മക്കളെ ആസ്വദിക്കുന്ന ലോകം മുഴുവനുള്ള മക്കൾ ഈ സമയത്ത് കർത്താവേ, ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണിച്ചേ. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ, അവർക്ക് ഓരോ രേഖകളുമായിട്ട് പോകാൻ, അവർക്ക് ഓരോ അവരുടെ യാത്ര പുറപ്പെടാൻ, അവരുടെ വാഹനങ്ങളിൽ പോകാൻ. ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവെ നിനക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും
കേട്ടിട്ടുള്ള വാക്കാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അത് 1-2 ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തില്ലേ, 1:37, പിന്നെ മത്തായിയുടെ സുവിശേഷം മത്തായി 19:26. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ മനുഷ്യർക്ക് ചില കാര്യങ്ങൾ ദുഷ്കരമാണെന്ന് ദൈവം തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ദൈവത്തിരിച്ച് നിൽക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇപ്പം നമ്മൾ ദൈവത്തിനെല്ലാം അസാധ്യമാണെന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഇന്ന് എല്ലാം സാധ്യമാണ്. കർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഗെത്സെമനിയിലെ ചോര വീർത്തുള്ള പ്രാർത്ഥനയില്ലേ, അപ്പോഴും ഈശോ പറയേണ്ടത് ഇതാണ്, പിതാവേ അങ്ങേക്ക് എല്ലാം സാധ്യമാണ്. മർക്കോസ് 14:36. അവൻ പറഞ്ഞു ആബാ പിതാവേ എല്ലാം അങ്ങേക്ക് സാധ്യം. പക്ഷെ എല്ലാം സാധ്യമാകുമ്പോഴും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ നീതിബോധം എല്ലാം ലളിതമാക്കണില്ല. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ദൈവത്തിന് എല്ലാം സാധ്യമാണ്, പക്ഷെ എല്ലാം സിമ്പിളല്ല. അതിൻ്റെ കാരണം എന്താ? ഇപ്പം മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യരുടെ പാപങ്ങൾ ഈശോ ഈ ഭൂമി വന്നപ്പോൾ എന്താ പറയണത്? മനുഷ്യപുത്രന് പാപം മോചിക്കാൻ അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞു. പാപം മോചിച്ച് സിമ്പിളായിട്ട് പാപം മോചിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം മനുഷ്യരാശിയുടെ പാപങ്ങളെ ദൈവത്തിന് സിമ്പിളായിട്ട് മോചിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ നീതിബോധം ഈ എല്ലാം സാധ്യമായ ദൈവത്തിന് എല്ലാം സിമ്പിളാകുന്നില്ല. ദൈവം അത് സിമ്പിളാക്കാത്തതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അത് ദൈവത്തിൻ്റെ നീതിബോധമാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് യേശു ദൈവം തന്നെ മനുഷ്യനായി മനുഷ്യ ശരീരത്തിൽ പാപത്തെ ശിക്ഷ വിധിച്ച് റെക്ടിഫൈ ചെയ്യുന്ന ആ വീണ്ടെടുപ്പില്ലേ, അത് ഭയങ്കര സങ്കീർണമല്ലേ. എന്നാൽ മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞ് സിമ്പിളാക്കിയാൽ മതിയായിരുന്നല്ലേ. സിമ്പിളല്ല. എല്ലാം സാധ്യമാണ്, എല്ലാം സിമ്പിളല്ലേ. ഞാൻ എന്താ ഇപ്പോൾ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് വേണ്ട സിമ്പിളാക്കാവേ, പക്ഷെ ദൈവം സിമ്പിളാക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ നീതിബോധമാണ്. അതുപോലെ തന്നെയാണ് ദൈവം നമ്മളുടെയൊക്കെ എന്നും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി അവരുടെ നട്ടലിങ്ങനെ വളഞ്ഞിരിക്കുകയായിരുന്നു. ഒരു 2 പ്രാവശ്യം മെഡിക്കലിൽ അവർ റിജക്റ്റഡായി. 3ാമത്തെ പ്രാവശ്യം അവൾ മെഡിക്കലിൽ വന്ന് ഈശോയോട് പറയും, ഈശോ എൻ്റെ നട്ടല് വളഞ്ഞതാണെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. അപ്പോൾ ചിലപ്പോൾ ഈ സമയത്ത് ഞാൻ മെഡിക്കൽ റിജക്റ്റാകും. പക്ഷേ എനിക്ക് നിന്നൊരു കാര്യം പറയാനുണ്ട്. ഞാൻ റിജക്റ്റായാലും ശരി, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുമ്പിൽ വേറെ മാർഗങ്ങളുമില്ല. പക്ഷെ ഞാൻ റിജക്റ്റായാലും ശരി, എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കളങ്കവും ഉണ്ടാകത്തില്ലെന്ന് പറയും. അപ്പോഴെന്താ, ആ ഒറ്റ സംഭവം വളഞ്ഞുപോയ നട്ടല് ആ ഒറ്റ ടെസ്റ്റിൽ നേരെയായി. ഇപ്പം സിമ്പിളാണ് ദൈവത്തിന്. പക്ഷേ എന്താ പ്രശ്നം? അതിനകത്ത് അവൾ എന്താ പറഞ്ഞിരിക്കണത്? അവൾ അതിൻ്റെ അകത്ത് ആ പ്രേയറിൻ്റെ അകത്ത് ഒരു സത്യസന്ധത സാധാരണ ആൾക്കാർക്ക് കിട്ടാത്തൊരു സാധനമാണ്. അവർക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു വരും. പ്രാർത്ഥന കുറയും, വചന വായന കുറയും, ദൈവത്തോട് ബന്ധപ്പെട്ട ആത്മീയമായ എല്ലാ വിഷയങ്ങളും കുറയും. അപ്പോൾ ഇവളത് നേരത്തെ മുൻകൂർ ജ്ഞാനവരം ഉള്ളത് കൊണ്ട് അവൾ മനസ്സിലാക്കി, കർത്താവേ എനിക്കതിന് കുഴപ്പമുണ്ടെങ്കിലും അത് എൻ്റെ കുഴപ്പം മാത്രമായിരിക്കും, അത് ഞാൻ നിന്നെ കുറ്റം പറയത്തില്ല. പക്ഷെ എനിക്ക് നിങ്ങളുടെ സ്നേഹത്തിന് ഒരു കുറവ് സംഭവിക്കത്തില്ല. ഉടമ്പടി ഇപ്പോൾ വളർന്ന് മനുഷ്യരെ ശരിക്കും വളർന്ന വലിയ ആൾക്കാരെ ഉടമ്പടിയിലൂടെ ഇപ്പോൾ ഉടമ്പടി നമുക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. ഈടിട്ട
ദൈവിക മനുഷ്യരെ ഉടമ്പടി ലോകത്തിന് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയൊരു ആധ്യാത്മികമായ മുന്നേറ്റ കാലത്താണ് നീ ജീവിക്കണമെന്ന് ഓർക്കണം. ദൈവതിരുസന്നിധിയിൽ എല്ലാം സാധ്യമാണ് എന്ന ഒന്നും ലളിതമാക്കാത്ത ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മാക്സിമമായിട്ട് ദൈവതിരുസന്നിധി ചെയ്യാൻ പറ്റുന്നത് വിശ്വാസത്തിൻ്റെ വിലയായിട്ട് ചെയ്ത് ശരിക്കും ദൈവമായിട്ട് വിഷയത്തെക്കാൾ വ്യക്തിക്കുള്ള ഉണ്ടാകുന്നൊരു ബന്ധത്തിൻ്റെ രീതിയിലേക്ക് വരാൻ ശ്രമിച്ചാൽ നമുക്ക് ദൈവതിരുസന്നിധിയിലെ ഈസി ആയിട്ടുള്ള ഒരു റിലേഷനും കൊടുക്ക വാങ്ങലുകളും ട്രാൻസാക്ഷനും പിന്നെ സ്മൂത്ത് ആൻഡ് ഈസി റിലേഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മുടെ ഭാഗത്തു നിന്ന് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആവശ്യപ്പെടുമ്പോൾ കൂടുതൽ വെയിറ്റേജുള്ള പ്രവർത്തനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ദൈവത്തിന് ഒരു അസസ്മെൻ്റ് വരുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ കഴിയണം. എന്നാൽ പിന്നെ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പ്രാർത്ഥന ലളിതമായിരിക്കും. അതുപോലെ ആധ്യാത്മിക ജീവിതവും ലളിതമായിരിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രതീക്ഷീകരണത്തെ സാക്ഷിയാക്കി മാറ്റിയതിനെ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ദിവ്യ ബെന്നി. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപിന്നി ഇടവകയിൽ നിന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ്, എൻ്റെ 2 മക്കൾ, എൻ്റെ അമ്മയുമാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായിട്ടും ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. 5 പ്രാവശ്യം എനിക്ക് മിസ്കാരേജായി പോയി. പല ആശുപത്രിയിലും ചികിത്സയ്ക്കായിട്ടും പോയിരുന്നു. അപ്പോഴെല്ലാം ഡോക്ടർ ഞങ്ങളോട് നിർദ്ദേശിച്ചിരുന്നത് പ്രഗ്നൻ്റ് ആയ അന്ന് തൊട്ട് ഡെലിവറി വരെ ഇഞ്ചക്ഷൻ വേണമെന്നായിരുന്നു. പക്ഷേ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ചെയ്തെങ്കിലും അത് മിസ്കാരേജായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടായേക്കണേ. അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് ഇല്ലാതെ 3 മാസമായിട്ട് DNCയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഞാൻ മാനസികമായും ശാരീരികമായും വളരെയധികം വേദനയിലൂടെയാണ് കടന്നു പോയിക്കണേ. ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളും എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ മാതാവിനെയും ഈശോയും കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ ഭർത്താവിനൊപ്പം ഗൾഫിലേക്ക് പോയി. അവിടെ വെച്ചിട്ടും ഞാൻ മിസ്കാരേജ് ആകുന്ന അവസ്ഥ ഉണ്ടായി. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒറ്റപ്പെട്ടു പോയി കരഞ്ഞ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം കൃപാസനത്തിലെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കാണാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഓൺലൈൻ ദിവ്യബലി കൂടാനും ശ്രമിച്ചിരുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെ പല DNC സമയത്തും പല ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ മാതാവിനെയും ഈശോനെയും കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ 2023 ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ കൃപാസനത്തിലെത്തി തീർത്ഥാടന ഉടമ്പടി എടുത്തു. അന്ന് ഞാൻ എൻ്റെ മക്കളില്ലാത്ത അവസ്ഥയും എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട സൗമ്യ ചേച്ചിയുടെ ഉണ്ണിയുടെ 5-ാം മാസത്തിൽ അറിഞ്ഞ ഹെർണിയ എന്ന രോഗം മാറാനും നിയോഗം വെച്ചിരുന്നു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഉണ്ണിയുടെ രോഗം മാറാണെങ്കിൽ നീയും സാക്ഷ്യം പറയാനായിട്ട് ഈ അൾത്താരെ കയറി നിൽക്കണമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ മക്കളില്ലാത്ത അവസ്ഥയും വെച്ചെങ്കിലും അത് മിസ്കാരേജായി പോയി. DNC ചെയ്യാൻ നാട്ടിലേക്ക് വരേണ്ടി വന്നു. ആ സമയത്താണ് ഞാൻ കൃപാസനത്തിലെ സാക്ഷ്യം പറയാനായിട്ട് വരുന്നത്. അങ്ങനെ ഞാൻ ജോസഫച്ചനെ കാണാനും ജോസഫച്ചൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയും അതുപോലെ അച്ഛൻ തൈലം തന്ന് അടിവയറ്റിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാനും പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞത്, നീ നിൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നതെന്നാണ്. വേറെ ഒന്നും തന്നെ അച്ഛൻ പറഞ്ഞില്ല. ആ സമയത്ത് എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോയി. അവിടെ വെച്ച് എനിക്ക് പ്രഗ്നൻ്റ് ആകുമ്പോൾ ഇഞ്ചക്ഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആ ഇഞ്ചക്ഷൻ ചെയ്യാൻ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തന്നെ ചെയ്യാൻ ഒരു പേടിയായിരുന്നു.
അപ്പോൾ അതിനായിട്ട് മാതാവ് എനിക്കൊരാളെ ഒരുക്കി തന്നു, ധന്യ ചേച്ചി ഒരുക്കി തന്നു. ധന്യ ചേച്ചി എപ്പോഴും, ധന്യ ചേച്ചി ഒരു നേഴ്സാണ്. അപ്പോൾ എൻ്റെ ഡെലിവറി ടൈമിലും എല്ലായ്പ്പോഴും ധന്യ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി. ഞാനൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ച് ഡോക്ടർ എൻ്റെ കയ്യിൽ വെച്ച് തരുന്നത്. അത് കഴിഞ്ഞ ഒരു മാസമാകുമ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റായി. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ പോലും എനിക്ക് 2 മക്കളാണെന്ന് അറിയുന്നതിന് മുന്നേ എൻ്റെ മമ്മിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി, എനിക്ക് 2 ആൺമക്കളാണെന്ന്. ഇന്ന് ആ ഉണ്ണികൾ ഇട്ട് വന്നിരിക്കുന്ന ഡ്രസ്സായാലും മമ്മി ആ സ്വപ്നത്തിൽ കണ്ട ഡ്രസ്സ് പോലെയാണ് ഞങ്ങൾ ഇട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഉണ്ണികളുടെ ഞാൻ പ്രഗ്നൻ്റാണെന്ന് അറിയുന്നതും അതുപോലെ എല്ലാ സ്കാനിങ്ങുകളും എൻ്റെ ഡെലിവറിയൊക്കെ മാതാവിൻ്റെ ദിവസമായ ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ 5-ാം മാസമായപ്പോൾ 5-ാം മാസത്തിൽ മമ്മി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ 5-ാം മാസത്തിലെ അനോമലി സ്കാനിങ്ങിൽ ഒരു ഉണ്ണിയുടെ ലെൻസിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമുണ്ടെന്ന് പറഞ്ഞു. അത് കൂടി വരാണെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷനാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. അങ്ങനെ ഡോക്ടേഴ്സ് 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്കാനിങ് പറഞ്ഞു. ആ ടൈമിൽ ഇവർക്ക് വെള്ളത്തിൻ്റെ അംശം വളരെ കുറഞ്ഞതായിട്ട് അറിഞ്ഞു. അത് ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു മിറാക്കിളാണെന്നാണ്. കാരണം കൂടാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളായിരുന്നേ. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി പ്രാർത്ഥിച്ചും ഒരുങ്ങിയൊക്കെ പോയി. ആ സമയത്തൊക്കെ എനിക്ക് ഉടമ്പടി തൈലവും ഉപ്പും തേനും എല്ലാം ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 2025 ജനുവരി 26-ാം തീയതി ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതിനു ശേഷം ജനുവരി 28-ാം തീയതി ഞാൻ 2 ആൺമക്കൾക്ക് ജന്മം നൽകി. യാതൊരു കുഴപ്പം തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഗൾഫിലായതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനൊന്നും നൈറ്റ് നിൽക്കാൻ പറ്റില്ല. പക്ഷേ ആ ടൈമിലൊക്കെ എനിക്ക് എൻ്റെ അമ്മയ്ക്കും മാതാവ് ഈശോയും കൂട്ടായിരുന്നു. കാരണം ഞങ്ങൾ പോലും അറിയാത്ത ആൾക്കാർ ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് ആ സമയത്തൊക്കെ എത്തിയിരുന്നു. അതുപോലെ ഞാൻ സൗമ്യ ചേച്ചിയുടെ ഉണ്ണിയുടെ സാക്ഷ്യം വന്നപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അന്ന് ആ സാക്ഷ്യത്തിൻ്റെ പേര് ഒരു ജീവൻ രക്ഷിച്ച മരിയൻ്റെ മെൻറ്റർ ദിവ്യ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ധാരാളം പ്രാർത്ഥന സഹായങ്ങൾ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒരു ധ്യാനം ഓൺലൈനായിട്ട് കൂടിയിരുന്നു. അപ്പോൾ ആ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രദർ എന്നോട് പറഞ്ഞത്, നീ ഒരു പൂവ ചോദിച്ചുള്ളൂ, നിനക്കൊരു പൂന്തോട്ടമാണ് തന്നതെന്നാണ്. അങ്ങനെ കുറേയധികം അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോയത്. അങ്ങനെ ഉണ്ണികൾക്ക് ഒരു കുഴപ്പമില്ലാതെ മാതാവ് ഈശോയും ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 3 മാസം ആവണേക്കാൾ മുന്നേ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം ഒരു സമയ ചുരുക്കത്തിൻ്റെ ഒരു അടയാളം തന്നെയായിരുന്നു. ഇതെല്ലാം തന്ന മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി പറയുകയാണ്. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. കാരണം ഞാൻ ഗൾഫിലായതുകൊണ്ട് മമ്മിയോട് പറയും, ആരെങ്കിലും അവിടേക്ക് വരുന്നുണ്ടെങ്കിൽ പത്രം വാങ്ങി കൊടുത്തേക്കാൻ പറയും. അങ്ങനെ അവിടെ ഷാർജ പള്ളിയിലൊക്കെ ഞാൻ പത്രപ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ മാതാവിൻ്റെയും ഈശോയുടെയും ഈ അനുഗ്രഹത്തിന് 1000 നന്ദി. ജീവിക്കുന്ന സാക്ഷികളാക്കി, പ്രത്യക്ഷീകരണത്തിൽ ജീവിക്കുന്ന സാക്ഷികളാക്കി ഉയർത്തേന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം 10 വർഷമായിട്ട് വിറ്റ് പോകാനായിട്ട് തടസ്സം നേരിട്ടിരുന്നു. ആ സ്ഥലവും ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ആ സ്ഥലവും വിറ്റുപോയി. നേർച്ച വസ്തുക്കൾ ഞാൻ പ്രഗ്നൻ്റ് അല്ലാത്ത സമയത്ത് എൻ്റെ അടിവയറ്റിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ചിരുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ഞാൻ വന്നത് എൻ്റെ ഉടമ്പടി സാക്ഷ്യം പറയാനാണ്. എൻ്റെ പേര് കുഞ്ഞുമോൾ. ഞാൻ ഇടുക്കിയിലുള്ള അടിമാലിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019 ഞാനൊരു അക്രസ്തവ കുടുംബത്തിലാണ്. എനിക്ക് ഉടമ്പടി എന്നാണെന്നൊന്നും അന്ന് അറിയാനും ആ നിയമം പാലിക്കാനും പറ്റിയില്ല. പിന്നെ കൊറോണ വന്നു, എൻ്റെ ഉടമ്പടിയൊക്കെ ഒഴിപ്പി എനിക്ക് വരാൻ സാധിച്ചില്ല. പിന്നീട് ഞാൻ ഈ 2024 സെപ്റ്റംബർ 5-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. പുതിയതായിട്ട് ഉടമ്പടി നിയോഗം 6 നിയോഗം എഴുതി ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് ഉടമ്പടി പ്രാർത്ഥന സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചു. 16 വർഷമായി ഞാനും ഭർത്താവുമായി അകന്ന് കഴിയുകയായിരുന്നു. 2 മക്കളും ഞാനും വാടകയ്ക്കാണ് താമസിച്ചത്. കാരണം എനിക്ക് യൂട്രസിന് ഒരു ഓപ്പറേഷൻ, യൂട്രസിലെ മുഴ എടുത്ത് മാറ്റിയതിനെ തുടർന്ന് 3 ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. എനിക്ക് വീട്ടിൽ പോയി പൊരുത്തപ്പെട്ടു പോരാത്ത സാഹചര്യമായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ ക്ഷമിച്ചും
കണ്ണീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഭർത്താവുമായി രമ്യതപ്പെടാൻ സാധിച്ചു. പിന്നീട് മൂന്നാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് വാടകയ്ക്ക് 16 വർഷമായി. എനിക്ക് സ്വന്തമായൊരു ഭവനം വേണം അമ്മേ, എനിക്ക് മകന് 2 കുഞ്ഞു പിള്ളേരാണ്, അപ്പോൾ എന്നും വാടകയ്ക്ക് താമസിക്കാൻ പറ്റില്ല എന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചു. എല്ലാത്തിനുമായി അമ്മ എനിക്ക് ഉടമ്പടി പുതുക്കി ചെന്നതിൻ്റെ ജൂൺ 23 ഉടമ്പടി പുതുക്കി. ജൂലൈ 8 എനിക്കൊരു വസ്തു വാങ്ങിക്കാൻ, എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല, വസ്തു വാങ്ങിച്ചു. അതിൻ്റെ പോക്കുവരവ് ചെയ്തു, കരവടച്ചു, സ്വന്തം പേരിലായി. പഞ്ചായത്തിൽ നിന്ന് വീടിന് അനുവദിച്ചു. ഞാൻ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. ബാക്കിയൊന്നും എനിക്കറിയില്ല. ഈശോയും അമ്മ മാതാവും ഇത്രയും നടത്തി തന്നു. ഇതെങ്ങനെ സംഭവിച്ചെന്ന് പോലും ഉടമ്പടി 2ാമത് എടുത്തതിന് ശേഷം എൻ്റെ കാര്യങ്ങളെല്ലാം വേഗം നടക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് കുറച്ച് കൂടുതൽ അറിയില്ല. എങ്കിലും രാവിലെ ഞാൻ എണീക്കുമ്പോൾ അമ്മയുടെ ഇഷ്ടം എന്താണ് അത് എന്നിൽ നടക്കട്ടെ, അമ്മയെ ഈശോയെ പറ്റി ആരോടെങ്കിലും ഇന്നൊരു വാക്ക് പറയാൻ എനിക്ക് കഴിയണമേ എന്ന് പറഞ്ഞാണ് ഞാൻ ജോലിക്ക് പോകുന്നതും ഒക്കെ. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ജീവിതത്തിൽ കിട്ടി. പിന്നീട് എനിക്ക് പറയാനുള്ള വലിയ സാക്ഷ്യം ഞാൻ നിയോഗത്തിലും വെച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടുമില്ല. പക്ഷേ അമ്മ എന്നിൽ അത് വലിയത് കരുതിയിരുന്നു. എനിക്ക് 28 വർഷമായി ആസ്മയുടെ അസുഖമായിരുന്നു. 15 വർഷമായി ഇൻക്ലിയർ ഉപയോഗിക്കുന്ന ആളാണ് 2 നേരവും. അങ്ങനെയാണ് ഞാൻ ജോലിക്ക് പോകുന്നതൊക്കെ. ഇപ്പോൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷം പിറ്റേ ദിവസമൊന്നും ശ്വാസം മുട്ടൽ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ മരുന്ന് ഉപയോഗിച്ചില്ല. 2 ദിവസമായി. അപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, അമ്മ മാതാവ് എൻ്റെ ആസ്മയുടെ അസുഖം എടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു, എനിക്ക് ഗുളിക ഇല്ല. ഒരാഴ്ചയായപ്പോൾ എനിക്ക് പരിപൂർണ്ണ ബോധ്യമായി. ഇവിടെ വന്ന് ആദ്യമായി സാക്ഷ്യം പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അത്രയും ദൂരെ എല്ലാ മാസവും മരുന്ന് പറ്റിയില്ല. കഴിഞ്ഞ തവണ വന്ന് പറയാൻ അന്നേരം സാധിച്ചില്ല. ഇന്നാണ് എനിക്ക് അമ്മ അനുവദിച്ചു തന്ന സമയം. 28 വർഷമായ ആസ്മ എന്നിൽ നിന്നും പരിപൂർണമായി മാറ്റി. 7 മാസമായിട്ട് ഗുളികയോ മരുന്നോ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദികൾ ഞാൻ പറയുന്നു. ഞാൻ പ്രേക്ഷിത വേല എന്ന് പത്രം വാങ്ങിച്ച് കൊണ്ടുപോയി ആശുപത്രിയിൽ കൊടുക്കും, ബസ് സ്റ്റാൻഡുകളിൽ കൊടുക്കും. 10ലും പ്ലസ് 2നും ഒക്കെ പഠിക്കുന്ന പിള്ളേരോട് കൂടുതൽ ഞാൻ പറയും കൊടുക്കുമ്പം. ആ യുവതലമുറകൾ മാറിപ്പോയ ഒരു കുടുംബം മുഴുവൻ കണ്ണീരിലാഴും. അവരോട് ഞാൻ പറഞ്ഞും പ്രാർത്ഥിച്ചും കൊടുക്കാറുണ്ട്. കാരുണ്യപ്രവൃത്തി പൊതിച്ചോറ് വാങ്ങി രാവിലെ ജോലിക്ക് പോകുന്നതാണ്. അതുകൊണ്ട് വെച്ച് കൊണ്ടുപോക്കൊന്നും നടക്കില്ല. കുഞ്ഞു പിള്ളേരുണ്ട് വീട്ടിൽ. ഞാൻ പൊതിച്ചോറ് വാങ്ങി ഉപവാസത്തോടെ ശനിയാഴ്ചകളിൽ ആശുപത്രികളിൽ കൊടുക്കും. അങ്ങനെയൊക്കെ എൻ്റെ കാരുണ്യപ്രവൃത്തി. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കും. ഹസ്ബൻഡ് തിരിച്ചു വന്നു. ഞാൻ ഇന്ന് കൊണ്ടുവരായിരുന്നാണ്, സുഖമില്ലാത്തതുകൊണ്ട് വന്നില്ല. ഹസ്ബൻഡുമായിട്ട് വന്ന് ഞാൻ സാക്ഷ്യം പറയും. അതിനെ പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന കാണുമ്പോഴും എല്ലാം ദൈവമേ, അച്ഛൻ അത്രയും പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇവരോട് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മളെല്ലാ മക്കളും അതിൽ വന്ന് അനുഗ്രഹം പ്രാപിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് അമ്മയ്ക്കും തിരുകുമാരനും പ്രത്യേകിച്ച് ജോസഫ് അച്ഛനും ഇവിടുത്തെ പ്രേക്ഷിത വേല ചെയ്യുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ രാവിലെയും പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഞാൻ മനസ്സിലോർക്കും. അങ്ങനെയൊക്കെ എൻ്റെ ജീവിതം പോകുന്നു. പിന്നീട് ഞാൻ പറയാനുള്ളത്, എൻ്റെ വീട്ടിൽ 2 വർഷമായി ഒച്ച്, അത് എങ്ങനെയാണോ ഇവിടെയൊക്കെ പറയുന്നതെന്ന് അറിയില്ല, ഒച്ച് വന്നിട്ട് വീട്ടിലെപ്പോഴും പാത്രങ്ങളിലൊക്കെ കയറും. അതൊക്കെ നിയോഗത്തിൽ വെക്കാവോ അല്ല പ്രാർത്ഥിക്കാവോ എന്ന് നിസ്സാരമല്ലെന്ന് നിങ്ങൾ ഓർക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വീട്ടിലത് വലിയ പ്രശ്നമായിരുന്നു. കുഞ്ഞു കൊച്ചുണ്ട് 2 വയസ്സുള്ള, അവൻ മീനാണെന്നും പറഞ്ഞ് കയ്യിലെടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നമ്മൾ വെഞ്ചിരിച്ച ഉപ്പെടുത്ത് ഞാൻ വിതറി കൈയെത്തുന്നിടത്തൊക്കെ, അല്ലാതെ ഓട പോലെയുള്ളിടത്ത് ഞാൻ വെള്ളത്തിൽ കലക്കി തളിച്ചു. ഇത് ഒരു ജീവിയാണ്, എന്നെപ്പോലെ ജീവനുള്ളതാണ് അമ്മയും ഈശോയും, അവരെയും ജന്മം ഉള്ളതാണ്. പക്ഷേ നശിച്ചു പോകണ്ട, എങ്കിലും ഞങ്ങൾക്ക് ശല്യമില്ലാതിരുന്നാൽ മതി അമ്മയെന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ അത് എവിടെയെങ്കിലും ഒന്നിനെ മഴയുള്ളപ്പോൾ കണ്ടെങ്കിലായി. എന്താണേലും എനിക്ക് വളരെ സന്തോഷം. ഇനി ഞാൻ ഈ ആൾക്കാരെ സാക്ഷ്യം പറയാൻ വരും. പിന്നെ നിങ്ങളെല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഒരു നിയോഗങ്ങളും ആവലാദികളും എനിക്കിപ്പോൾ ഇല്ല. ഭർത്താവ് കൂടെ ഇല്ലായിരുന്നപ്പോഴും എൻ്റെ മാതാവ് ഈശോയും ഉള്ളതുകൊണ്ട് എന്നെ കണ്ടാൽ ഇവരൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണെന്ന് പറയാൻ അമ്മയും ഈശോയും അനുവദിച്ചിട്ടില്ല. ഇനിയും കൂടുതൽ സാക്ഷ്യങ്ങളായി ഞാൻ ഈ ആൾത്താരയിൽ വരാൻ ആഗ്രഹിക്കുന്നു. ഇനിയുള്ള കാലം അമ്മയും ഈശോയും ആഗ്രഹിക്കുന്ന ഏത് രീതിയിലാണോ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരു കോടി നന്ദി പറയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് നെയ്മി, ഇതെൻ്റെ ഹസ്ബൻഡ് പ്രവീൺ. ഞങ്ങൾ കൊല്ലത്തുനിന്ന് വരുന്നു. ഞങ്ങൾ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ പുലിച്ചിറ ഇടവകയാണ്.
ഞങ്ങൾ 3.5 വർഷമായിട്ട് UK-ലാണ്. അറിഞ്ഞും അറിയാതെയും വാക്കാലും പ്രവൃത്തിയാലും ചിന്തയാലും ഒരുപാട് പാപം ചെയ്തു പോയിട്ടുള്ള പാപികളായ ഞങ്ങളെ അമ്മയുടെ പുണ്യഭൂമിയിൽ എത്തിച്ചതിനെ ഓർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി പറയുന്നു. ഞങ്ങൾ ഉടമ്പടിയിലേക്ക് വരുവാനുണ്ടായ സാഹചര്യം, ഞങ്ങൾ UK-ൽ വിസയ്ക്കൊരു പ്രശ്നം വന്നു. ആ പ്രശ്നം വന്നതിൽ നിന്നാണ് ഞങ്ങൾ ഉടമ്പടിയിലേക്ക് ആദ്യമായിട്ട് വരാൻ ഉണ്ടായ സാഹചര്യം. ഹസ്ബൻഡിനെ കൊടുക്കുന്നു. ഞങ്ങളുടെ വിസ അടിച്ചത് 2023 ഒക്ടോബറിലായിരുന്നു. ഒരു കെയർ ഹോമിൽ നിന്നാണ് വിസ അടിച്ചത്. അത് കഴിഞ്ഞ് 2024 മാർച്ച് ആയപ്പോൾ ഞങ്ങൾക്കൊരു മെയിൽ ഹോം ഓഫീസിൽ നിന്ന് വന്നു. ആ മെയിലെന്ന് പറയുന്നത്, നിങ്ങളുടെ വിസ ക്യാൻസലായിരിക്കുന്നു, നിങ്ങൾ 45 ദിവസത്തിനകം തിരിച്ച് നാട്ടിൽ ചെല്ലണം. കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് 45 ദിവസം നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 45 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ തിരിച്ച് നാട്ടിൽ ചെല്ലേണ്ടതാണ്. ഇത് കണ്ടതും ആകെ വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു. ഈ മൊത്തത്തിലുള്ള കാര്യം ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ല. ജസ്റ്റ് വിസയ്ക്ക് ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഓൾറെഡി ക്യാൻസലായെന്ന കാര്യം അന്ന് പറഞ്ഞിരുന്നില്ല. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ഞങ്ങളുടെ കെയർ ഹോമിലൊക്കെ സംസാരിച്ചു. അവരുടെ സൈഡിൽ നിന്ന് എല്ലാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ദിവസങ്ങൾ നീളുന്നു, ഒന്നും ആവുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയില്ല. എന്നെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ വിസ അടിച്ചത് ഞങ്ങൾ പ്രാർത്ഥന വൈഫ് പറയും. കൃപാസനത്തെ പറ്റി എൻ്റെ മമ്മി കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡ് എന്നോട് മൊത്തമായിട്ട് കാര്യം പറഞ്ഞില്ല, മെയിൽ വന്ന കാര്യമൊന്നും പറഞ്ഞില്ല. വിസയ്ക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞോളൂ. അപ്പം വിസയ്ക്ക് പ്രശ്നം വരാം, സ്പോൺസർഷിപ്പ് പ്രശ്നം വരാമെന്ന് പറഞ്ഞപ്പം മമ്മി പറഞ്ഞതുപോലെ ഞങ്ങൾ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നൊരു ഫീലിംഗ് വന്ന്. അപ്പം ഞങ്ങൾ ജീസസ് യൂത്തിലുണ്ട്. അപ്പോൾ ജീസസ് യൂത്തിൽ ജസ്നെറ്റ് എന്ന് പറഞ്ഞ ചേച്ചി വാട്സപ്പ് സ്റ്റാറ്റസിലിടുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ചേച്ചിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടതുകൊണ്ട് ഞങ്ങൾ ചേച്ചിയോട് തന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ചോദിക്കാമെന്ന് കരുതി. അപ്പോൾ ചേച്ചിയെടുത്ത കാര്യം പറഞ്ഞപ്പം ചേച്ചിയാണ് പറഞ്ഞത്, ലൈറ്റ് ക്യാൻഡിൽ ഇട്ടാൽ പെട്ടെന്ന് നടക്കാനുള്ളതാണെങ്കിൽ അത് ഉടനടി തന്നെ അതിനുള്ള ഉത്തരം മാതാവ് ഈശോയിൽ നിന്ന് നേടിത്തരും എന്ന് പറഞ്ഞു. അപ്പം അതൊരു വലിയ ആശ്വാസമായിരുന്നു. അപ്പം ഞങ്ങൾ ചേച്ചി പറഞ്ഞ പ്രകാരം ലൈറ്റ് ക്യാൻഡിൽ ഇട്ടു. വിസയുടെ പ്രശ്നങ്ങൾ മാറി തരണമേ, വിസയ്ക്ക് പ്രശ്നം വരരുതേ, സ്പോൺസർഷിപ്പ് പ്രശ്നം വരരുതേ എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. കാരണം എനിക്കറിയില്ല. 2 ദിവസത്തിനകം എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു. അന്നേരമാണ് ആക്ച്വലി കാര്യം പറയുന്നത്. ഹോം ഓഫീസിൽ നിന്ന് നമ്മുടെ വിസയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു. ഈ പ്രാർത്ഥന തുടങ്ങി 2 ദിവസത്തിനകം ആ ഹോം ഓഫീസ് തന്നെ നമുക്ക് മെയിൽ അയച്ചു, ഞങ്ങളുടെ വിസയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് അവിടെ നിലനിൽക്കാം. അപ്പോളജീസ് പറഞ്ഞുകൊണ്ട് മെയിൽ അയച്ചു. അവരുടെ സൈഡിൽ നിന്നൊരു അപ്പോളജീസൊക്കെ വരിക എന്ന് പറഞ്ഞാൽ നമുക്കവരെ കോൺടാക്ട് ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ സത്യത്തിൽ മാതാവ് ഈശോയുമായി ചെന്ന് ഞങ്ങൾക്ക് വേണ്ടി അമ്മയെ നേടിത്തന്നാണ്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ സാക്ഷ്യമാണ്. അപ്പം ഈ ഒരു പെട്ടെന്നൊരു ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായപ്പം നമുക്ക് കൂടുതൽ ഇതിലേക്ക് വരണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ മെയ് 1, 2024 ഞങ്ങൾ ആ വർഷം തന്നെ ഞങ്ങൾ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു. ഓൺലൈൻ ഉടമ്പടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഉടമ്പടിയിൽ 6 നിയോഗം വയ്ക്കാം. 6 നിയോഗം വയ്ക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ എന്തൊക്കെ വെക്കണം എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ആദ്യത്തെ നിയോഗത്തിൽ കുടുംബത്തിലുള്ള എല്ലാവരുടെയും രോഗങ്ങൾ വെച്ചു. പിന്നെ എല്ലാ പ്രശ്നങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് 6 നിയോഗങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ചു. അങ്ങനത്തെ രീതിയിലായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തേത് ഞങ്ങളുടെ കടബാധകളായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ വലിയൊരു കടബാധയിലാണ്. അപ്പം അത് മാറി കിട്ടുക എന്നുള്ളത് മനുഷ്യരായ ഞങ്ങളുടെ കണ്ണിൽ അസാധ്യമായ കാര്യമാണ്. അപ്പോൾ അത് പെട്ടെന്ന് നടക്കില്ല എന്നുള്ളൊരു ഫീലായിരിക്കാം ഞങ്ങളത് 6ാമത് എഴുതി. പക്ഷേ അമ്മ മാതാവ് ഏറ്റവും ആദ്യം പ്രവർത്തിച്ച് തുടങ്ങിയത് ആ ഒരു കാര്യത്തിന് തന്നെയായിരുന്നു. ഞങ്ങളുടെ ജീസസ് യൂത്തിലുള്ള ഒരു ബ്രദർ വിൽസൺ ഒരു ദിവസം എന്നോട് ചോദിച്ചു, സാമ്പത്തിക സഹായം നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും ജോലി കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു മാസം മുട്ടിക്കുന്നത് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ വിൽസനോട് പറഞ്ഞു, ഉള്ളപ്പോൾ ഞങ്ങൾ ചെയ്യും, ആവുന്ന പോലെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്രദർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ 10% അത് നമുക്കുള്ളതല്ല, ദൈവത്തിനുള്ളതാണെന്നാണ് വിൽസൻ അന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതെന്തോ എനിക്ക് ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നി. അപ്പം ഞങ്ങൾ പിറ്റേ മാസം മുതൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശമ്പളം വരുമ്പോൾ ആദ്യം തന്നെ
100 പൗണ്ട്, ഞങ്ങൾക്കതാവുന്ന പൈസയല്ല, ഞങ്ങൾ ആ 100 പൗണ്ട് ഈശോയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു അക്കൗണ്ട് തന്നെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ആ 100 പൗണ്ട് അതിലേക്ക് എല്ലാ മാസവും ശമ്പളം വരുമ്പോൾ മാറ്റിയിടും. ഞങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടിയാലും ആ മാസത്തിൽ എന്തെല്ലാം ആവശ്യം വന്നാലും ഞങ്ങൾ അതിൽ തൊടില്ല. അത് ഈശോയ്ക്ക് വേണ്ടി മാറ്റി വെച്ച് അതിൽ നിന്ന് ഈശോയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. സഹായിക്കാൻ ഓരോരുത്തർ ചോദിക്കുമ്പോഴെല്ലാം ഞങ്ങൾ ആ അക്കൗണ്ട് ചെയ്യാൻ തുടങ്ങി. ഏറ്റവും ആദ്യം ഞങ്ങൾക്ക് ഇതുവഴി ഉണ്ടായ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒരുപാട് 15 ലക്ഷത്തിൻ്റെ സ്വർണ്ണപ്പണയം ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും ആദ്യം മാതാവ് ക്ലിയർ ചെയ്തത്. ഞങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. പക്ഷേ അത് ഒരു വഴിക്കുന്ന തുടങ്ങുവാനായിട്ട് മാതാവ് ഒരു വഴി കാട്ടി തന്നു. 15 ലക്ഷത്തിൻ്റെ കടം മാതാവ് ഈശോ വഴിയായി ഞങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തന്നു. ഓരോ തവണയും ഈശോ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇളവ് തരുമ്പോൾ വീണ്ടും അതിൽ നിന്നൊരംശം ആ 100 പൗണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ഇട്ടുകൊണ്ടിരുന്നു. അപ്പം ഇത് സ്വർണ്ണപ്പണയം ക്ലിയർ ആയപ്പോൾ അതിൽ നിന്നൊരംശം വീണ്ടും ആ 100 പൗണ്ട് കൂടെ ചേർത്തു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഡിസംബർ 7, 2024 20ാമത്തെ വാർഷികമാണെന്നിങ്ങനെ നമ്മൾ അച്ഛൻ്റെ ഇതുവഴിയൊക്കെ അറിഞ്ഞു. അപ്പം ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും ഓരോരോ മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് ഈശോ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ആനിവേഴ്സറിക്ക് മാതാവിനോടൊരു സമ്മാനം ചോദിക്കണം ഞങ്ങൾക്ക് തോന്നി. അപ്പം ഞങ്ങൾ രാവിലെ 5:30 പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി, അമ്മ മാതാവേ, ഇന്ന് മാതാവ് വന്നതിൻ്റെ 20ാമത്തെ വാർഷികമാണ്, ഞങ്ങൾക്ക് ഒരു സമ്മാനം മാതാവ് ഈശോ നേടി തരുമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം എൻ്റെ പൊട്ട ബുദ്ധിയിൽ എനിക്ക് വലിയതായിട്ടൊന്നും എനിക്ക് ഞാനങ്ങനെ ചിന്തിക്കേണ്ടതേ അല്ല. എൻ്റെ മനസ്സിൽ തോന്നി, ഞങ്ങൾ ആ സമയത്ത് മാതാപിതാക്കളെ വിസിറ്റിന് കൊണ്ടുവരാൻ വേണ്ടി കുറേശ്ശെ ഫണ്ടിന് വേണ്ടി ശേഖരിക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറേ നാൾ കഴിഞ്ഞ് അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ആ ഫണ്ട് എടുത്ത് ഞങ്ങളുടെ ഗൾഫിലെ കടം തീർത്താൽ, ഗൾഫിൽ ഞങ്ങൾ മാസം 400 പൗണ്ട് വെച്ച് ഞങ്ങൾ അവിടുത്തെ ക്രെഡിറ്റ് ലോൺസ് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ ക്രെഡിറ്റ് ലോൺസ് ക്ലിയർ ചെയ്യാനായിട്ട് ഈ ഫണ്ട് എടുത്താൽ വീണ്ടും എല്ലാ മാസവും ആ 400 പൗണ്ട് തിരിച്ച് നമുക്ക് വരും. അപ്പോൾ നമുക്കത് റോളിങ് പോലൊരു ഫീൽ ചെയ്ത് നമുക്ക് മാതാവ് കാണിച്ചൊരു വഴിയായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ഗൾഫിലുള്ള ഞങ്ങളുടെ കസിൻ വഴിയായിട്ട് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങി. ഞങ്ങൾ കസിനെ വിളിച്ച് പറഞ്ഞു, ഫ്രണ്ട് വഴി എമൗണ്ട് എല്ലാം അയക്കാം, 3 ബാങ്കിലും പോയി സംസാരിച്ച് ഞങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യങ്ങൾ അത് ക്ലിയർ ചെയ്യേണ്ടുള്ള വഴികളൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കസിൻ 3 ബാങ്കിൽ ചെന്നപ്പോഴും അവർ ഒരേപോലെ പറഞ്ഞത്, ഇതിൻ്റെ ആൾ വരാതെ, അതായത് ഞങ്ങൾ ഗൾഫിൽ ബാങ്കിൽ ആൾ വന്ന് ശരിയാക്കാനല്ലാതെ ഇത് ക്ലിയർ ആവില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കത് അസാധ്യമായ കാര്യമായിരുന്നു. കാരണം ഞങ്ങൾ യു കെയിലാണ്. അവിടെ നിന്ന് വിസ എടുത്ത് ടിക്കറ്റിന് പൈസ പിന്നെയും പോയി ഗൾഫിൽ ചെന്ന് കാര്യം നടക്കുക. അപ്പോൾ അതിന് കുറേ ദിവസത്തെ ഒരു ഗ്യാപ്പും വരുന്നു. അപ്പോൾ വീണ്ടും ജോലിയിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ഫിനാൻഷ്യൽ പ്രശ്നമായിരുന്നു. അപ്പം ആ ഇടയ്ക്ക് ഞാനൊരു സാക്ഷ്യം കണ്ടു. അപ്പോൾ അതിൽ ഒരു അമ്മ മോന് വേണ്ടി സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, അമ്മ മാതാവേ, ഞങ്ങളുടെ അഭിഭാഷകയായി അമ്മ കോടതിയിൽ എൻ്റെ മകന് വേണ്ടി വാദിക്കണമേ എന്നാണ് അമ്മ പ്രാർത്ഥിച്ചെന്ന്. അപ്പം അത് കേട്ടപ്പം എനിക്കതൊരു സ്പാർക്കായിട്ട് തോന്നി. അപ്പം പിറ്റേന്ന് മുതൽ 5:30 പ്രാർത്ഥിക്കുമ്പം ഞാനും അങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഞങ്ങൾക്ക് ഈ UK എന്നൊരു വിസ എടുത്ത് ചാച്ചനെ ഉടനെ പോയി അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. അത് അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലതുപോലെ അറിയാം. അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി ഓരോ ബാങ്കിലും ഞങ്ങളുടെ അഭിഭാഷകയായി അമ്മ ഈശോയുമായി കടന്നു ചെന്നുകൊണ്ട് ഞങ്ങൾക്കിത് ശരിയാക്കി തരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച്, ഞങ്ങൾ അന്നേരം ഓൺലൈൻ ഉടമ്പടിയിലാണ്. എങ്കിലും ഇത് വേഗം നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അടുത്തൊരു ലൈറ്റ് ക്യാൻഡിലിട്ടു. ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിലിട്ട് 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസമായപ്പം ആദ്യത്തെ ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് മെയിൽ വന്നു, നിങ്ങളുടെ ഇനി അടയ്ക്കാനുള്ള പേയ്മെൻറ്റ്സ് ഇത്രയും പെൻഡിങ് ആണ്, അത് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാമെന്ന്. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഈശോയുമായി ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി. അങ്ങനെ ആദ്യത്തെ ബാങ്കിൻ്റെ അടച്ചു. 2ാമത്തെ ബാങ്കിൻ്റെ വന്നപ്പം ചെറിയ തടസ്സങ്ങളൊക്കെ വന്നു. പക്ഷെ എപ്പോഴും ഓരോ തടസ്സങ്ങൾ വരുമ്പം മനസ്സ് വിഷമിക്കാതെ അമ്മയെ ഈശോയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പം പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഒരു പരീക്ഷണം പോലെ എപ്പോഴും തോന്നിയിട്ടുള്ള. അപ്പം അങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ചേച്ചാ ഇത് പ്രശ്നങ്ങൾ വരുന്ന നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം, ഇത് മാതാവ് നടത്തി തരും. അങ്ങനെ 2ാമത്തെ ബാങ്കിലതും ക്ലിയറായി. മാതാവിനോട് ഞാൻ പറഞ്ഞത്, മാതാവേ, ഫെബ്രുവരി ഇത് ഈ വർഷം ആദ്യം നടക്കുന്ന കാര്യമാണ്. അപ്പം ഈ വർഷത്തെ ഫെബ്രുവരിയിൽ ഞങ്ങൾ ലാസ്റ്റ് ചൊവ്വാഴ്ചത്തെ ധ്യാനം
ധ്യാനത്തിന് മുന്നേ ആയിട്ട് ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഫെബ്രുവരി ലാസ്റ്റ് ധ്യാനത്തിന് മുന്നേ ആയിട്ട് 3 ബാങ്കിൻ്റെയും ക്രെഡിറ്റ് ലോൺ എല്ലാം ക്ലിയറായി. അത് ഞങ്ങൾക്ക് നൽകിയൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം മനസ്സമാധാനം, മനുഷ്യന് ഏറ്റവും വലുതാണ് മനസ്സമാധാനം. ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയത് ഒരു വലിയൊരു ആശ്വാസമാണ്. നമ്മൾ എമൗണ്ട് പുറം രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ നമുക്ക് ആക്ച്വലി പറഞ്ഞാൽ ക്രെഡിറ്റ് സ്കോർ കൂടില്ല. ഞങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇല്ലായിരുന്നു. ഞങ്ങൾക്കൊരു കാർഡ്, ഒരു ബാങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് റിജക്റ്റ് ആവും. കാരണം ഞങ്ങൾ സമ്പാദിക്കുന്നു, കുറേ പൈസ നാട്ടിലേക്ക് പോകുന്നു, കുറേ പൈസ ഗൾഫിലേക്ക് പോകുന്നു, പിന്നെ മൊത്തം ചിലവായി തീരുന്നു. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ടുള്ള ക്രെഡിറ്റ് സ്കോർ ഇല്ലായിരുന്നു. ഈ ഒരു വഴി കൂടെ തെളിഞ്ഞു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വലിയ ആശ്വാസമായി. അതിലൂടെ ഞങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ആയി, ക്രെഡിറ്റ് കാർഡ് കിട്ടി. അപ്പോൾ വീണ്ടും അടുത്ത ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടായ ഒരു ഫിനാൻഷ്യൽ ക്ലിയറൻസ് ഈശോ ചെയ്തു തന്നപ്പം അതിൽ നിന്നും ഞങ്ങൾ മാറ്റി. 3ാമത് എൻ്റെ മാതാപിതാക്കളെ ഒരു വട്ടമെങ്കിലും വിസിറ്റിന് കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം അതിനുള്ള സാമ്പത്തികവും സാഹചര്യമൊന്നും ഇല്ല. എങ്കിലും മനുഷ്യരായ നമുക്ക് ആഗ്രഹിക്കാമല്ലോ. അപ്പം ഞാനും ആഗ്രഹിച്ചു എൻ്റെ അപ്പനെയും അമ്മയൊന്ന് ഒരു തവണ കൊണ്ടുവരണം. ഉടമ്പടിയിൽ വെച്ച ഒരു ആവശ്യമാണ് മാതാപിതാക്കളെ കൊണ്ടുവരാനായിട്ടുള്ള സാമ്പത്തികവും സാഹചര്യവും. പിന്നെ അവർക്ക് രോഗാവസ്ഥകളുണ്ട്. അപ്പം അവർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സൗഖ്യവും നൽകി ഈ ഒരു വഴി തെളിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ UAEയിലെ ക്രെഡിറ്റ് കാർഡ് എല്ലാം ക്ലിയർ ആയപ്പോൾ ആ ഒരു ഫണ്ട് വന്നു. അപ്പം മാതാപിതാക്കളെ കൊണ്ടുവരേണ്ടുള്ള ഫണ്ടിനുള്ള ഒരു വഴി തെളിഞ്ഞു വന്നു. അതുപോലെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ആ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ച് നമുക്ക് ഒരു വീട് ഷെയർ ആയിട്ടാണ് നമ്മൾ താമസിച്ചത്, വേറൊരു ഫാമിലിയായിട്ട്. അപ്പം അങ്ങനെ താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് മാതാപിതാക്കളെ കൊണ്ടുവരാൻ പറ്റില്ല. ഞങ്ങൾക്ക് ആ ഒരു വീടിൻ്റെ വാടക ഞങ്ങൾ തനിയെ കൊടുക്കുവാനായിട്ടുള്ള സാമ്പത്തികമായി ഞങ്ങളെ ഉയർത്തി. അപ്പം ആ ഫാമിലി മാറിയപ്പോൾ ഞങ്ങൾക്കൊരു വീട് സ്വന്തമായിട്ടെന്ന് പറഞ്ഞാൽ റെൻറ്റിന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾക്ക് മാത്രമായിട്ട് എടുക്കാൻ സാധിച്ചു. അപ്പം മാതാപിതാക്കളെ കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് നിർത്തുവാനായിട്ടൊരു വീടായി, ഞങ്ങൾക്ക് ഫണ്ട് ശരിയായി. അത് കഴിഞ്ഞ് വിസയുടെ കാര്യങ്ങൾക്ക് ഓരോ ഡോക്യുമെൻറ്റ്സ് അവർ പറയുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴും പ്രശ്നങ്ങൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോയി. ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് ഡോക്യുമെൻറ്റ് ഫ്ലോപ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും വിസ അടിച്ച് കിട്ടി. എനിക്ക് പലപ്പോഴായിട്ട് മാതാവിൽ നിന്ന് കിട്ടിയ നമ്പറുകളൊക്കെയാണ് എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ചൊവ്വാഴ്ചകളായിരുന്നു. അതുപോലെ 23 എന്നുള്ള നമ്പർ എപ്പോഴും ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു. ഞങ്ങളുടെ പപ്പായും മമ്മിയും അവിടെ വിസിറ്റിന് വന്നത് മെയ് 23-നായിരുന്നു. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. യാത്രയ്ക്കൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അവർ വന്നു, ഞങ്ങളുടെ കൂടെ 6 മാസം അവിടെ ഉണ്ടായിരുന്നു. വലിയ രോഗങ്ങളോ അസ്വസ്ഥതകളോ ഒന്നും ഇല്ലാതെ ദൈവം അവരെ പരിപാലിച്ചു. ഞങ്ങൾ ഒരുമിച്ചാണ് നവംബർ 7-ാം തീയതി ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ഞങ്ങൾ 9-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്ത്, ആദ്യത്തെ ഉടമ്പടിയാണ്, എല്ലാം ഓൺലൈൻ ഉടമ്പടിയാണ്. ഉടമ്പടി വസ്തുക്കൾ ഞങ്ങൾക്ക് ആക്ച്വലി ഓൺലൈൻ ഉടമ്പടി ആയിരുന്നുകൊണ്ട് ഉടമ്പടി വസ്തുക്കളൊന്നും ഇല്ലായിരുന്നു. അപ്പം നാട്ടിൽ നിന്ന് വന്നവർ ഉപ്പ് തന്നിരുന്നു. അപ്പോൾ ഉപ്പ് നമുക്ക് എപ്പോഴും ആവശ്യം വന്നാലും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് യൂസ് ചെയ്യുമായിരുന്നു. ഉപ്പിൻ്റെ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. 2 ചെറുത് ഞാൻ പറയാം. ഞങ്ങളുടെ അവിടെ എല്ലാം തടിയുടെ വീടാണ്. അപ്പം എന്നും രാവിലെ മിക്കപ്പോഴും ഈ മഴ കഴിയുമ്പം നമ്മൾ വരുമ്പോൾ തറയിലെല്ലാം ചെറിയ പുഴുക്കളാണ്. കാണുമ്പോഴേ ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ ഇതെന്താ ഈ പുഴു വരുന്നത് നമുക്കറിയത്തില്ല. അപ്പം ഈ തടിയുടെ പ്രശ്നം കൊണ്ടാണെന്ന് നമ്മൾ കണ്ടു. പക്ഷേ നമുക്കതിനുള്ള സൊല്യൂഷനോ നമുക്ക് അവിടെ നിന്ന് വീട് മാറാനോ അങ്ങനെയൊന്നും പറ്റുന്ന കാര്യമല്ല. അപ്പം എനിക്ക് തോന്നി മാതാവിൻ്റെ ഉപ്പ് വെച്ച് ഒന്ന് നോക്കാമെന്ന്. അപ്പം ഹസ്ബൻഡ് ജോലിക്ക് പോയി, മക്കളും സ്കൂളിൽ പോയി കഴിഞ്ഞപ്പം ഞാൻ ആ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് വീട് മൊത്തം ഞാൻ തുടച്ചു. അതിൽ പിന്നെ അവിടെ പുഴു വന്നിട്ടേ ഇല്ല, ചെറിയ പുഴു വന്നിട്ടേ ഇല്ല. പ്രേക്ഷിത വേല ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഓൺലൈൻ ഉടമ്പടി ആയിട്ട് പത്രമൊന്നും ഇല്ലായിരുന്നു. ഒരു പത്രം കിട്ടിയത് ഞങ്ങൾ പ്രിൻ്റ് എടുത്ത് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഞാൻ ആദ്യം ചോദിക്കും, അതിൽ വെള്ളക്കാരും മറ്റു നാട്ടുകാരൊക്കെ ഉണ്ട്, അപ്പം അവർക്ക് താല്പര്യമുണ്ടോയെന്ന് അറിയില്ല. അപ്പം ഞാൻ ചോദിക്കും, ഇത് ഫെയ്ത്തിൻ്റെ ഒരു ടെസ്റ്റിമോണിയാണ്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞോണം ഈശോയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന ആ പൈസയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഇന്നോളം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. അതുപോലെ ഒരു 2-3 കുടുംബങ്ങളെ ഉടമ്പടിയിൽ കൊണ്ടുവരുവാൻ സാധിച്ചു. അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് അവരതിനെ പ്രിപ്പയർ ചെയ്യിപ്പിച്ച് ഉടമ്പടി എടുപ്പിക്കുവാൻ സാധിച്ചു. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ കാത്തലിക് ഫാമിലിയാണ്. മമ്മി പഠിപ്പിച്ച ശീലങ്ങൾ പോലെ കുമ്പസാരവും കുർബാനയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം കുർബാന മുടങ്ങുന്നത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമായിരുന്നു. അതെനിക്ക് ഒരു ആഴ്ചത്തേക്കുള്ള ബൂസ്റ്റ് പോലായിരുന്നു. പക്ഷേ ആ ഒരു പ്രാർത്ഥന ജീവിതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
കുടുംബ പ്രാർത്ഥന, മറ്റ് പ്രാർത്ഥനകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ആ ഒരു കൃത്യമായ പ്രാർത്ഥനയുണ്ട്. പിന്നെ പണ്ട് മുതലേ പരീക്ഷ ഉണ്ടെങ്കിൽ മാത്രം പഠിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ എനിക്ക് പ്രാർത്ഥനയിലും ഒരു സ്ഥിരമായ പ്രാർത്ഥനയില്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ ഉടമ്പടി എടുത്തു കഴിയുമ്പം ആ ഒരു പ്രാർത്ഥന ജീവിതമുണ്ട്. അതുപോലെ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈശോയുടെ തൊട്ടടുത്ത് നിൽക്കുന്നൊരു ഫീലാണ്. പക്ഷേ ഉടമ്പടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പം എൻ്റെ പ്രാർത്ഥന കുറയും, ഈശോയിൽ നിന്ന് അകലുന്നൊരു ഫീല് വരും. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കും എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും ഒരു ആത്മീയമായ ഫീലിങ്ങുമാണ്. ഞാനത് അങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 41 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു ഉത്തമർണന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ദനാറ കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്കവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. നൈനിയും പ്രവീണും ഇവിടെ വന്ന് ഉടമ്പടിയെടുക്കാനുണ്ടായ ഒരു വലിയ കാരണവും അതുതന്നെയാണ്. അവരുടെ ജീവിതത്തിലുള്ള ഒരു ജീവിതക്രമം ചിട്ടയായത് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണെന്ന് നൈനിയും പ്രവീണും ഏറ്റുപറയുകയുണ്ടായി. ഉടമ്പടി ജീവിതം അവരെ വളരെയധികം മാറ്റിമറിച്ചു. ചെറുപ്പകാലത്തിലെ അവർ ശീലിച്ച ഒരുപാട് കാര്യങ്ങൾ പൊടിതട്ടിയെടുത്ത ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ പ്രത്യക്ഷന് സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും മാറ്റിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞങ്ങൾക്കൊരു കുഞ്ഞായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഞങ്ങൾക്ക് അതിനിടയ്ക്ക് 2 അബോർഷൻ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾ 1 വർഷം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അത് 2023 ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. വൈഫ് സൗദിയിൽ നേഴ്സായി വർക്ക് ചെയ്യുമായിരുന്നു. എൻ്റെ പേര് സാജു, ഞാൻ അതിരമ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഇത് വൈഫ് കീർത്തി, ഇത് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ കുഞ്ഞ് എക്റ്റാ കൃപ. അമ്മയോടുള്ള സ്നേഹത്തിന് പേരിലാണ് ഞങ്ങൾ കൃപ എന്ന് പേരിട്ടേക്കുന്നത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ വൈഫ് തിരിച്ച് സൗദിയിലേക്ക് പോയി. 6 മാസത്തിന് ശേഷം ഞാൻ സൗദിയിലേക്ക് ചെന്നു. ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി അമ്മയോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി വൈഫ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ സൗദിയിലേക്ക് ചെന്നപ്പോൾ ഞാനും ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾ മുമ്പോട്ട് പ്രാർത്ഥിച്ചു തന്നെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ജനുവരിയിൽ വൈഫിൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ നാട്ടിലേക്ക് വരാൻ ഒരുങ്ങി. വൈഫിന് ലീവ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മയെ ഞാൻ നാട്ടിൽ വരുമ്പം തീർത്ഥാടന ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാം, എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് ഞാൻ അമ്മയോട് ഞങ്ങൾ 2 മുട്ടുമ്പോഴായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ജനുവരി 6-ാം തീയതി 2025 ജനുവരി 6-ാം തീയതി അളിയൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഇവൾ വിളിച്ചു പറയുന്നു അവൾ കൺസീവായെന്ന്. അങ്ങനെ അമ്മ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു. കുഞ്ഞിനെ പിന്നെ ഇവൾ 2 പ്രാവശ്യം അബോർഷൻ ആയതുകൊണ്ട് ഞങ്ങളുടെ പ്രഗ്നൻസി ഇത്രയും കോംപ്ലിക്കേഷൻ ആയിരുന്നു. ഞങ്ങൾ ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഞങ്ങൾ വിശുദ്ധ തൈലം, ഉപ്പ്, തേന് ഇതെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. 3 മാസം കുഴപ്പമില്ലാതെ പോയി. 5-ാം മാസം സ്കാനിങ്ങിൽ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ദൈവം അനുഗ്രഹിച്ച് ഒരു കുഴപ്പവുമില്ലായിരുന്നു. പക്ഷേ അവളുടെ പ്ലാസൻ്റെ ലോ പ്ലാസൻ്റെ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഡെലിവറിക്ക് വേണ്ടി നാട്ടിലേക്ക് പോരാൻ വേണ്ടി ഇരുന്നത്. ലോ പ്ലാസിൻ്റെ ക്ഷയം കാരണം ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോരാൻ സാധിച്ചില്ല. ട്രാവലിംഗ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു അത് ക്രിട്ടിക്കലാണ്, അതുകൊണ്ട് പോരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഇരുന്നു. അവിടെ ഡെലിവറി ഓഗസ്റ്റ് 23-ാം തീയതി ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ അമ്മ തന്നു. ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ തന്ന് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. 2-ാമത്തെ സാക്ഷ്യം, ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. 7-8 വർഷമായിട്ട് ഞാൻ വീടില്ലാതെ വിഷമിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയുണ്ട്, പക്ഷേ ഞങ്ങൾക്കൊരു വീടിന് വേണ്ടി ഞങ്ങൾ വിഷമിച്ചിട്ട് നടക്കുന്നില്ല. അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യമായി ഞാൻ ഇവിടെ വരുന്നത് ജനുവരി 16-ാം തീയതി 2025 ഉടമ്പടി എടുത്തു. പോയി ആ ആഴ്ച തന്നെ എനിക്കൊരു പുതിയൊരു വീടിന് എനിക്ക് അഡ്വാൻസ് ടോക്കൺ ചെയ്യാൻ പറ്റി. അത് വലിയൊരു അനുഗ്രഹമായിട്ട് കേൾക്കുകയാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് മാത്രം സാധിച്ച കാര്യമാണത്. ഒരിക്കലും ഞങ്ങളുടെ ഒരു രൂപ കണക്കും ഇല്ലാത്ത സമയത്താണ് ഞങ്ങൾ ടോക്കൺ കൊടുക്കുന്നത്. അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം ആ വീട് ഞങ്ങളുടെ സ്വന്തമായി ഞങ്ങളുടെ പേരിലേക്ക് എഴുതാൻ സാധിച്ചു. ഇന്ന് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ വീട്ടിൽ കയറി താമസം നടത്തി. ഒരു കുഴപ്പമില്ല. അമ്മ തന്ന വീടാണ് അതെനിക്ക്. അങ്ങനെ ഇത് ഞങ്ങളുടെ 2-ാമത്തെ സാക്ഷ്യമാണ്. 3-ാമത്തെ സാക്ഷ്യമായിട്ടില്ല, അത് ഞങ്ങൾക്ക് അമ്മയുടെ പ്രസൻസ് അറിയാൻ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളാണ്. ഞങ്ങൾ സൗദിയിലാണ് ഞങ്ങൾ 2 പേരും. കുഞ്ഞ് അവിടെയാണ് ഉണ്ടായത്. അത് മക്കത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി. അവിടുന്ന് ബെഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞങ്ങൾ ചെന്നത് അവിടെ അകത്ത് ഓഫീസിൽ പോകണം. നമുക്ക് അങ്ങോട്ട് പോകാൻ അനുവാദമില്ല.
അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ ജിദ്ദയിലേക്കുള്ള ഓഫീസിലേക്ക് വാങ്ങിച്ചു. വൈഫ് എന്ന് ഓഫീസിൽ കയറിക്കുമ്പം അവൾക്ക് എൻ്റെ പേരിലാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ കൊച്ചിൻ്റെ. അതുകൊണ്ട് വൈഫിന് ചെന്നപ്പം വൈഫ് പറ്റത്തില്ല, ഞാൻ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് പിന്നെയും ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവളെ വൈഫിനെ കയറ്റി വിട്ടില്ല. എനിക്കാണെങ്കിൽ അറബി അറിയത്തില്ല, അവർക്ക് കിട്ടും ഇംഗ്ലീഷ് അറിയത്തില്ല. ആകെ പ്രശ്നം. ഞാൻ ചെന്നപാട് അവർ ബർത്ത് സർട്ടിഫിക്കറ്റ് ബർത്ത് നോക്കിയപ്പം മക്കത്താന്ന് പറഞ്ഞുകൊണ്ട് ആ പുള്ളി എന്നോട് പറഞ്ഞു, ആ അറബി പറഞ്ഞു, ഇവിടെ നടക്കില്ല, മക്കത്ത് പോകണം. ഞാൻ അവിടെ നിന്ന് ആ നിമിഷം മാതാവിനോട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് മാതാവിനോട് ഉപ്പിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആ നിമിഷം ആ പുള്ളി എന്നെ മേളത്തെ ഓഫീസിലേക്ക് വിട്ടു. അവിടെ ചെന്ന ഒരു സെക്യൂരിറ്റി ഓഫീസർ എന്നെ മാതാവ് കൊണ്ടു തന്നാന്ന് തോന്നുന്നു, മാതാവ് കൊണ്ട് തന്നതാണ്. ആ ഓഫീസർ എന്നെ വിളിച്ചുകൊണ്ട് പോയി എന്താണെന്ന് ചോദിച്ചു. ഞാൻ പുള്ളിയോട് ഇംഗ്ലീഷിൽ കാര്യം പറഞ്ഞു. പുള്ളി നേരെ എന്നെ വിളിച്ചുകൊണ്ട് അവിടുത്തെ മെയിൻ ഓഫീസറുടെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു. ആ പുള്ളി അന്നേരം സൈൻ ചെയ്തു. ഈ സെക്യൂരിറ്റി ഓഫീസർ എൻ്റെ കൂടെ വന്ന് ടോക്കൺ എടുത്ത് തന്നു. എല്ലാ കാര്യത്തിനും പുള്ളി കൊടുത്തു നിന്ന് എനിക്ക് കൊച്ചിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്ന് ഇഷ്യൂ ചെയ്ത് കിട്ടി. അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. എനിക്കൊന്നും അറിയത്തില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അത് ഞാൻ വിളിച്ച് നിൽക്കുകയാണ്. വൈഫിനെ കയറ്റിയും വിടത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷം ഞങ്ങൾ ഒരു കുഴപ്പവും കൂടാതെ നാട്ടിലേക്ക് പോന്നു. ഇതാണ് ഞങ്ങളുടെ. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആത്മീയമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു. പ്രാർത്ഥന ഡെയിലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ കൂടാനും ഷെയർ ചെയ്യാനും തുടങ്ങി. അങ്ങനെ കുറേ കാര്യങ്ങൾ, ആത്മീയമായിട്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പോരാൻ സമയത്ത് കറക്റ്റ് കൊച്ചിൻ്റെ പാസ്പോർട്ടിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് വൈഫിൻ്റെ പപ്പായ്ക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ക്രിട്ടിക്കലായി ICUലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും വിഷമിച്ചിരിക്കുകയാണ്. മരണം ഉറപ്പിച്ച നിമിഷമായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ഞങ്ങൾക്ക് പോരാനും പറ്റുന്നില്ല. ആകെപ്പാടെ ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, പോരാൻ പറ്റുന്നില്ല. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് മാതാവിനോട് ഞാൻ ഇവിടെ വന്ന സാക്ഷ്യം പറയാനുള്ളത് ഞാൻ എഴുതി ആ നിമിഷം ഞാൻ ബൈബിളിൽ വെച്ചു. സാക്ഷ്യം പറയാനുള്ള ഈ കാര്യങ്ങളെല്ലാം അമ്മ തന്ന അനുഗ്രഹങ്ങളും എല്ലാം ഞാൻ എഴുതി ഞങ്ങൾ രണ്ടുകൂടെ ബൈബിളിൽ വെച്ച് പ്രാർത്ഥിച്ചു. രണ്ടുപേരും ഞങ്ങൾ പറഞ്ഞു, അമ്മയെ ഞങ്ങളുടെ നാട്ടിലെത്തേക്കുന്ന അമ്മ മാത്രമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങൾ കയറി പോന്നു. വന്നു കഴിഞ്ഞപ്പം എയർപോർട്ടിൽ വരുമ്പോൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഇല്ലോ എന്ന് പേടിച്ച് ആകെ വിഷമിച്ച് നിൽക്കുമ്പം ആ നിമിഷം ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. വിശ്വാസപ്രമാണം ചൊല്ലി ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് നാട്ടിൽ വരാൻ പറ്റി. പപ്പ മരിച്ചു, ഞങ്ങൾ അന്നാണ് വരുന്നത്. അങ്ങനെ ആകെ ഒരു വിഷമിച്ചാണ് നാട്ടിലേക്ക് വന്നത്. എന്നാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നാട്ടിലെത്തിയത്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത്യാവശ്യം ഫണ്ട് അവിടെ ആയതുകൊണ്ട് സൗദിയിൽ കൂടുതൽ ആൾക്കാരെ സഹായിക്കാൻ കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നാട്ടിലേക്ക് ഫണ്ട് അയച്ചു കൊടുക്കും. വൈഫിൻ്റെ വീട്ടിലേക്കൊക്കെ ഫണ്ട് അയച്ചു കൊടുത്തും അങ്ങനെ അവരെ കുറച്ച് പേര് സഹായിക്കുക, അതേ ഉള്ളൂ. പള്ളി പോക്കോ കുമ്പസാരവും ഒന്നും കറക്റ്റായിട്ട് നടക്കും. നാട്ടിൽ വരുമ്പോൾ മാത്രം നടക്കും. ഞങ്ങളുടെ അവിടെ പള്ളിയോ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ആ കാര്യങ്ങൾ നടക്കുന്നില്ല. പിന്നെ ഞാനിവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ഞാൻ പുറത്താണ് നിന്നത്. പുറത്തെ മാതാവിനെ കണ്ടു പോയ ഒരാളാണ് ഞാൻ ആദ്യം വന്നപ്പം. രണ്ടാമത് വന്നപ്പോൾ ഇവിടെ വന്ന് ഈ സൈഡിൽ നിന്ന് ഈ മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചു പോയി. മൂന്നാമത് വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു. ഇത് നാലാമത്തെ എൻ്റെ വരവിൽ ഞാൻ ഈ അൾത്താരെ കയറി സാക്ഷ്യം പറയാൻ എനിക്ക് ദൈവാനുഗ്രഹം, മാതാവ് അനുഗ്രഹം തന്നു. അത് നമ്മുടെ കഴിവും കൊണ്ടല്ല, മാതാവ് നമ്മളെ തരുന്ന അനുഗ്രഹമാണ്. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഒത്തിരി പേര് സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ സന്തോഷമായിട്ട് കേൾക്കുക. അതിനകത്ത് എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. മാതാവിൻ്റെ അനുഗ്രഹവും ദൈവാനുഗ്രഹവും മാത്രമാണ് ഇതെല്ലാം ഞങ്ങൾക്ക് തന്നത്. മാതാവ് തന്ന കുഞ്ഞ്, മാതാവ് തന്ന വീട്, എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് മുമ്പോട്ട് കാര്യങ്ങൾ, ജീവിതം മുമ്പോട്ട് പോകുന്നത്. അത് വലിയൊരു കാര്യമായിട്ട് കൂട്ടുന്നു. ഇത് നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവാനുഗ്രഹം കൊണ്ടും ദൈവകൃപ കൊണ്ടും മാത്രമാണ്. അതുകൊണ്ട് ദൈവം തന്ന അമ്മയും മാതാവ് ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് കോടാനും കോടി നന്ദിയാണ്. എൻ്റെ പേര് അഞ്ജലി, ഞാൻ വൈക്കത്തു നിന്ന് വരുവാണ്. ഞാൻ ക്രൈസ്തവയാണ്, ഞാൻ നേഴ്സാണ്. ഞാൻ പഠിക്കുന്ന സമയത്താണ് കൃപാസനെ പറ്റി അറിയുകയും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. പത്രം കൊടുക്കുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ അറിയുന്നത് ഞാൻ പഠിക്കുന്ന സമയത്താണ്. ഞാൻ 2023 ന്യൂസിലാൻഡിൽ കോമ്പിറ്റൻസി അസസ്മെൻറ്റ് ചെയ്യാനും തുടർന്ന് ജോലിക്കായി പോയി. പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ട് 7 മാസത്തോളം ഞാൻ അവിടെ നിന്നിട്ടും ഒരു ജോലി ലഭിക്കാതെ തിരിച്ചു പോരാൻ പറ്റി. അത് അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോകണം, നീ ചെന്ന് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം, നിനക്ക് ഉറപ്പായിട്ടും മാതാവ് ഒരു വഴി ഉണ്ടാക്കി തരും. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. ജൂൺ 2024 28-ാം തീയതി ഞാനിവിടെ വന്ന് എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുത്തു.
ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗം എനിക്ക് ന്യൂസിലാൻഡിലെ ജോലി ആ സമയത്ത് കിട്ടാൻ ഒട്ടും സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് രജിസ്ട്രേഷൻ മാറ്റുകയും ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കും ഹസ്ബൻഡിനും കുഞ്ഞിനും വിസ കിട്ടണം, ഓസ്ട്രേലിയയിലേക്ക് പോകാൻ സാധിക്കണമെന്ന് ഞാൻ ഉടമ്പടി വെച്ചു. ഞാൻ പത്രം എനിക്ക് കിട്ടിയതൊക്കെ വിതരണം ചെയ്ത് എല്ലാവരോടും പ്രാർത്ഥിച്ചു. ഞാൻ അന്നേരം ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് നാട്ടിലേക്ക് വന്നതിന് ശേഷം എറണാകുളത്തെ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി അവിടെ വരുന്ന രോഗികളെ ഞാൻ അവരുടെ പ്രയാസങ്ങളും എല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം യൂസ് ചെയ്യുകയും ഉപ്പ് ഉപയോഗിക്കുകയൊക്കെ ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് മാതാവ് അതിനുശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമാണ്, മാതാവ് എനിക്ക് 1 വർഷം ഞാനിവിടെ നിൽക്കേണ്ടി വന്നെന്നാലും അതിനുശേഷം എനിക്കൊരു ജോലി എങ്ങനെയെങ്കിലും ശരിയാക്കി തരണേ എൻ്റെ മാതാവേന്ന് ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് 1 മണിക്കൂറോളം ദൂരം ഉണ്ടായിരുന്നു. ആ പോകുന്ന വഴികളിൽ ഞാൻ സാക്ഷ്യം കേൾക്കുകയും മാതാവിന് ജപമാല ചൊല്ലുകയും എല്ലാം ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എനിക്ക് മാതാവ് 2 നമ്പർ എനിക്ക് കാണിച്ചു തരുമായിരുന്നു എപ്പോഴും, 275 278. അന്ന് ഞാൻ ഓർക്കുമായിരുന്നു ഇതെന്താ ഈ നമ്പരെന്ന്. പക്ഷേ എനിക്ക് 1 വർഷത്തിന് ശേഷം ഞാൻ ഒരു ദിവസം ഡ്യൂട്ടിക്ക്, എനിക്ക് വളരെ പാടായിരുന്നു അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന കാര്യത്തിന്. മാനസികമായിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജോലി കിട്ടാതെ പോയിട്ട് തിരിച്ച് വന്നിട്ട് എല്ലാവരുടെയും ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടി തന്നെയാണ് അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ 1 വർഷമൊക്കെ ആറായപ്പോഴത്തേക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇന്ന് ഞാൻ ഡ്യൂട്ടി ചെയ്തു, 1 വർഷം തികയാൻ പോവുകയാണ്, എനിക്ക് ഇപ്പോഴും ഒരു ജോലി ശരിയായില്ലല്ലോ എന്ന് കരുതി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി. തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ഹസ്ബൻഡ് വിളിക്കുന്നത്, ഒരു ഫ്രണ്ട് വഴി റെഫറലായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ആളെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരാളുടെ ഇൻ്റർവ്യൂ അവർ നടത്തുവാണ്, ഇനിയും ഒരു വേക്കൻസി കൂടെ ഉണ്ട്, 2 പേർക്ക് എന്തോ ആണ് ആ വേക്കൻസി ഉള്ളത്. അപ്പം ഓൾറെഡി ഒരാളെ അവരെടുത്തു, പുള്ളിക്കാരുടെ ഇൻ്റർവ്യൂ ഉടനെ ഉണ്ടാവും, ഇനി ഒരാളെയാണ് വേണ്ടത്, പക്ഷേ 2 പേര് ഓൾറെഡി ഉണ്ട് അതിന്. അപ്പം നിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് അയച്ചു കൊടുത്തു. അപ്പം അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായിരുന്നു. കാരണം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, മാതാവേ ഇനി ഒരു ഇൻ്റർവ്യൂ എന്നെ വിളിക്കുവാണെങ്കിൽ അതെനിക്ക് ഉറപ്പായിട്ടും കിട്ടണം എൻ്റെ മാതാവെന്ന്. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് അതെല്ലാം അയച്ചു കൊടുത്തു. അവരെന്നെ ഇൻ്റർവ്യൂ വിളിക്കാൻ ഇടയായി. എനിക്ക് ഡ്യൂട്ടിയിൽ ലീവ് എടുക്കാൻ പറ്റില്ലെങ്കിലും എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ളൊരു സാഹചര്യം മാതാവ് ഒരുക്കി തന്നു. അങ്ങനെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് റിസൈൻ ചെയ്യണമെന്ന് ഞാൻ ഒരുപാടായിട്ട് ആഗ്രഹിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഇന്ന് തന്നെ റിസൈൻ ചെയ്യാമെന്നുള്ളൊരിത് തോന്നി. ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പോയി റെസിഗ്നേഷൻ വെച്ചു. ഞാൻ അവിടെ റെസിഗ്നേഷൻ വെച്ച് അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് സൈൻ വാങ്ങിക്കാൻ നിൽക്കുന്ന ആ സമയത്ത് തന്നെ എനിക്ക് മെയിൽ വന്നു, കൺഗ്രാജുലേഷൻസ്, ഇൻ്റർവ്യൂ പാസ്സായി, ബാക്കി ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. അതിനുശേഷം എനിക്ക് 27/8, അതായത് മാതാവ് എനിക്ക് കാണിച്ചു തന്നൊരു നമ്പറാണ് 278, അത് 27-ാം തീയതി 8-ാം മാസം എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. അത് എനിക്ക് ഞാൻ മാതാവിനോട് എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ജോലി കിട്ടുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടാകണം, എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റണം. അതുപോലെ ഞാൻ എഴുതി വെച്ച സാലറി, എനിക്ക് കടബാധ്യതകൾ ഒരുപാടുണ്ട് ഒന്ന് പോയിട്ട് തിരിച്ച് വന്നതിൻ്റെ, അപ്പം ഇത്ര രൂപ എനിക്ക് സാലറി ആയിട്ട് കിട്ടണേ മാതാവെന്ന്, ഓരോ അവറിൽ ഇത്ര രൂപയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതി പ്രാർത്ഥിച്ച അതേ തുക എനിക്ക് ഓഫർ ലെറ്ററിൽ കിട്ടി. അതിനുശേഷം വിസ കിട്ടു. ഇന്നലെ എനിക്ക് 25-ാം തീയതി എനിക്ക് വിസ ഗ്രാൻഡായി കിട്ടി. ആ വിസ ഗ്രാൻഡ് നമ്പർ തന്നെ എനിക്ക് വീണ്ടും മാതാവ് കാണിച്ചു തന്ന 275 എന്ന നമ്പർ എൻ്റെ വിസ ഗ്രാൻഡ് നമ്പറിൻ്റെ ഏറ്റവും അവസാനത്തെ 3 അക്കം അതായിരുന്നു. മാതാവ് അവിടെ എനിക്ക് ഒരു വഴി കാണിച്ചു തന്നായിരുന്നു. അതിനുശേഷം ഇപ്പം ഇന്നലെ എനിക്ക് പുതുക്കി എൻ്റെ ഓഫർ ലെറ്റർ പുതിയത് വന്നു. ഡിസംബർ 22-ാം തീയതി എനിക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ഡിസംബർ 2-ാം തീയതി ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. മാതാവിനും തിരുക്കുമാരനും ഈ ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്നതിന് കോടാനുകോടി നന്ദി പറയുന്നു. ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് നന്ദിയുണ്ട്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്ക് പറ്റാവുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ പൈസയായിട്ടും സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിച്ചു കൊടുത്ത് സഹായം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പത്രം കൊടുക്കാൻ പോകുമായിരുന്നു. ഞാൻ കാഷ്വാലിറ്റിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ അടുക്കെ വരുന്ന ഓരോ ആൾക്കാരെയും ഒരു സേവനം എന്ന രീതിയിൽ തന്നെ ഓരോ പേഷ്യൻസിനെ നോക്കാനായിട്ട് എനിക്ക് മാതാവ്